കേരളത്തിലെ സംബന്ധിച്ച് ബി ജെ പിയുടെ ഒരു ഐഡിയോളജി ഉണ്ടല്ലോ. ബി ജെ പിയുടെ ഒരു ഐഡിയോളജി അല്ല കേരളത്തിലെ വോട്ടർമാരുടെ ഐഡിയോളജി എന്നാണ് പൊതുവെ പറയുന്നത്. ഇനി ശരിക്കും അതാണോ റീസൺ, അതോ ബി ജെ പിക്ക് വ്യക്തമായിട്ടുള്ള പ്രാദേശിക നേതാക്കളുടെ കഴിവില്ലായ്മയോ അല്ലെങ്കിൽ കഴിവുള്ള പ്രാദേശിക നേതാക്കളുടെ ഒരു അഭാവമാണോ ബി ജെ പിയുടെ ഇപ്പോഴും കേരളത്തിൽ മുന്നിലോട്ട് വരാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ? ഞാൻ ഇതിനെ ഒരു ബൈനറി ആയിട്ട് കാണുന്നില്ല. ഒരു കോസ് മാത്രമാണ് റീസൺ, കോസാലിറ്റി അങ്ങനെ ഞാൻ കാണുന്നില്ല. ഒരു മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, ഇതുവരെ നടന്ന ഒരു പ്രചരണം, ബി ജെ പിനെ കുറിച്ച് ഒരു പ്രചരണം എന്തായിരുന്നു? ബി ജെ പി ഒരു ഒരു ഹിന്ദു പാർട്ടിയാണ്, ബി ജെ പിൻ്റെ ഒരു വിഷൻ ഒരു വെരി നാരോ വിഷനാണ്, കമ്മ്യൂണൽ വിഷനാണ്. ഇതായിരുന്നു പ്രചരണം. അത് ഇങ്ങനെ നോക്കൂ, ഹിറ്റ്ലറിൻ്റെ പ്രൊപ്പഗാൻഡ മിനിസ്റ്റർ ഗോബൽസ് പറഞ്ഞ പോലെ, ഇഫ് യു സേ എ ലൈ ഓഫൺ ഇനഫ് സം പീപ്പിൾ വിൽ ബിലീവ് ദ ലൈ ടു ബി ദ ട്രൂത്ത്. അത് ജനങ്ങൾ വിശ്വസിച്ചു. അപ്പോൾ അത് ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട്, അതിൽ ഒരു സംശയം ഉണ്ടാവണ്ട. സെക്കൻഡ്, നോക്കൂ, കഴിഞ്ഞ 11 കൊല്ലം നരേന്ദ്രമോദിജി ചെയ്ത കാര്യങ്ങൾ ഇന്നല്ലേ നമുക്കത് പറയാൻ കഴിയുന്നുള്ളൂ. ഈ ഒരു മാറ്റവും ഈ ഒരു പ്രോഗ്രസ്, ഈ ഒരു ഡെവലപ്മെൻറ്റ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ 3ാമത്തെ ഇക്കോണമിയായി മാറുന്നു, ഏറ്റവും സ്പീഡായി ഗ്രോ ചെയ്യുന്ന ഇക്കോണമിയായി മാറുന്നു. ഇതെല്ലാം ഇന്നല്ലേ നമുക്ക് പറയാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ 5-6 കൊല്ലം മുമ്പേ അത് പറയാൻ നമുക്കൊരു അവസരം ഉണ്ടായിരുന്നില്ല. കാരണം അത് സ്റ്റിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരുന്നു. അപ്പോൾ അക്കോർഡിംഗ് ടു മീ ഇതെല്ലാം ഒരു കോൺഫ്ലുവൻസ് ഓഫ് ഫാക്ടേഴ്സാണ്. ഒരു ഫാക്ടർ മാത്രമല്ല. നേതാവ് ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ പാർട്ടിയിൽ നേതാക്കന്മാരുണ്ട്, യൂത്ത് ലീഡേഴ്സും ഉണ്ട്, സീനിയർ ലീഡേഴ്സും ഉണ്ട്. പക്ഷേ ഒരു നറേറ്റീവ് ഇപ്പോൾ മുമ്പോട്ട് വരുന്നത്, ഞങ്ങൾ ഒരു ഡെവലപ്മെൻറ്റ് പാർട്ടിയാണ്, ഈ പഴയ ഒരു പ്രൊപ്പഗാൻഡ ഞങ്ങൾ കമ്മ്യൂണൽ പാർട്ടിയാണെന്നോ, ഞങ്ങൾ ഹിന്ദുക്കൾ മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടി, അതെല്ലാം ഇപ്പോൾ പൊളിക്കാൻ ഞങ്ങൾക്ക് എവിഡൻസ് ഉണ്ട്, ഫാക്ട്സ് ഉണ്ട്, പറ്റുന്നുണ്ട്. കറക്റ്റ്. ശരിക്കും ഒരു മതേതര പാർട്ടിയാണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ റീസെൻ്റ്ലി എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ തന്ത്രി റീസെൻ്റായിട്ട് ഒരു കുറ്റാരോപിതനായിട്ട് കുറച്ച് ദിവസം ജയിലിൽ റിമാൻഡിലായിരുന്നു. ശരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇവിടുത്തെ ഒരു എന്താ പറയുക, ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ബി ജെ പി കാര്യമായിട്ട് അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും അത് വലിയൊരു വിഷയമാക്കുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും കാര്യമായിട്ടുള്ള ഒരു സംഭവം അവിടെ കണ്ടില്ല. നേരെ മറിച്ച് ഇത് യു-പിയിലോ അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു നോർത്തേൺ ഭാഗത്തുള്ളൊരു സംസ്ഥാനത്തായിരുന്നെങ്കിൽ അത് വലിയൊരു വിഷയമായേനെ, വലിയൊരു സാമുദായിക വിഷയമായേനെ. അത് ഇത്തരത്തിലുള്ള ഒരു ബി ജെ പിയുടെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിരുന്നോ, അതോ? അല്ല, ഇത് സ്ട്രാറ്റജി ഒന്നല്ല, ഇത് ഞങ്ങളുടെ ഒരു രീതി, ഞങ്ങളുടെ ഒരു ബേസിക് സെൻസാണല്ലോ. ഇന്നിപ്പോൾ ഒരു പോലീസ് ഓർഗനൈസേഷൻ ഒരു കേസ് ഫയൽ ചെയ്താൽ ഞാൻ ആരാണ് തീരുമാനിക്കേണ്ടത് അയാൾ ഇന്നസെൻ്റ് ആണോ ഗിൽറ്റി ആണോ? അത് കോർട്ട് സിസ്റ്റം വഴിയല്ലേ തീരുമാനിക്കേണ്ടത്. പക്ഷേ ആ റിമാൻഡ് നോട്ട് വായിക്കുമ്പോൾ ഒരു പ്രൈമ ഫേസി കേസ് പോലീസ് ഉണ്ടാക്കുന്നില്ല എന്ന് പറയാൻ എനിക്ക് കഴിയാം. അത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ പാർട്ടി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അന്ന് വരുത്തിയ ഒരു പ്രശ്നം ഇന്നും ഞങ്ങൾ ഒരുത്തുന്നു. എന്തുകൊണ്ടാണ് ആ ടൈമിങ്, ഇദ്ദേഹത്തിനെ എന്തുകൊണ്ട് അന്ന് അറസ്റ്റ് ചെയ്തു? അപ്പോൾ അത് നോക്കൂ, ഇതെല്ലാം സമരം ചെയ്തിട്ട് ജനങ്ങളെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ജനങ്ങൾ ഇൻ്റലിജൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ. അപ്പോൾ നാടകം ചെയ്യേ, ജനങ്ങളെ വിഡ്ഢിയാക്കുക, ജനങ്ങളെ പ്രൊവോക്ക് ചെയ്യേണ്ട ആവശ്യം ഈ നാട്ടിൽ ഇല്ലയെന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഞാനും. കാരണം ഇവിടെ യൂട്യൂബ് ഉണ്ട്, കോമൻറ്റേറ്റേഴ്സ് ഉണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്, ജനങ്ങൾ പഠിച്ച ആൾക്കാരാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിവുണ്ട്, താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഒരു പ്രോപ്പഗാൻഡ ചെയ്യുന്നത്? നമ്മൾ എന്തിനാണ് ഓവർ ആക്ടിങ് ചെയ്യേണ്ടത്? മനസ്സിലായി.